ബ്രിട്ടോ ഇപ്പൊ എത്തി? ഞാനിപ്പോ വന്നേ ഉള്ളൂ. വെറുതെ വന്നാണോ? അത് ഓർമ്മളെ, ബ്രിട്ടോ നമ്മുടെ CCTV ക്യാമറ നന്നാക്കാൻ വേണ്ടി വന്നതാ. അതിന് കസ്റ്റമർ കെയറിൽ വിളിച്ചാൽ മതിയായിരുന്നില്ലേ? വിളിച്ചു, കിട്ടിയില്ല. അപ്പോഴാണ് ബ്രിട്ടോ വിളിച്ചത്. ബ്രിട്ടോയ്ക്ക് ഗൾഫിൽ ഇതിന്റെ ബിസിനസ് ആയിരുന്നു. ഞാൻ കാര്യം പറഞ്ഞപ്പോ ബ്രിട്ടോ ഉടനെ വന്ന് ശരിയാക്കി തരാന്ന് പറഞ്ഞു. അല്ല, ഇതാരാ? ഇദ്ദേഹം അഡ്വക്കേറ്റ് രവീന്ദ്രൻ. അനുവിനെ കാണാനായിട്ട് ഞാൻ കൂട്ടിക്കൊണ്ടു വന്നതാ. ഇതെന്റെ ഹസ്ബൻഡ് രഘുനന്ദൻ. ഹലോ. അല്ല, അനു സമ്മതിച്ചിട്ടാണോ താൻ വക്കീലിനെ കൂട്ടിക്കൊണ്ടുവന്നത്? അപ്പോ കുട്ടി സമ്മതിച്ചിട്ടില്ലേ? കുട്ടിക്ക് സമ്മതക്കുറവൊന്നുമില്ല. അവൾ എന്റെ മോളാ. ഈ കാര്യത്തിൽ അവള് സഹകരിക്കും. വക്കീല് ഇങ്ങോട്ട് വന്ന സ്ഥിതിക്ക് മറ്റെന്തെങ്കിലും കാര്യം പറഞ്ഞ് അവൾക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റില്ലല്ലോ. അനന്യ ചില പേപ്പേഴ്സ് സൈൻ ചെയ്ത് തന്നാൽ മാത്രം മതി. നാളെ തന്നെ നമുക്ക് രജിസ്ട്രേഷൻ നടത്താം. രജിസ്ട്രാർ എന്റെ സ്വന്തം ആളാ. ഈ സമയത്ത് ബ്രിട്ടോ വന്നത് നന്നായി. ഒരു സാക്ഷിയായല്ലോ. ബ്രിട്ടോയ്ക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? എന്ത് ബുദ്ധിമുട്ട്? ഒരു ബുദ്ധിമുട്ടും ഇല്ല. ബ്രിട്ടോ സാക്ഷിയായിക്കൊള്ളൂ. എന്നാ പിന്നെ മോളെ വിളിച്ചോണ്ട് വന്നോളൂ. ഞാനിപ്പോ തന്നെ വിളിച്ചോണ്ട് വരാം. വക്കീലെ, ചെറിയൊരു പ്രശ്നമുണ്ട്. ഇനി എന്ത് പ്രശ്നം? അനു ഇക്കാര്യത്തിൽ അമ്പിനും മില്ലിനും അടുക്കാൻ നിൽക്കുക. അവൾ ഒപ്പിടാൻ തയ്യാറായില്ലെങ്കിൽ എന്ത് ചെയ്യും? തയ്യാറായില്ലെങ്കിൽ നമുക്ക് വേറെ വഴി നോക്കാം. എങ്ങനെയെങ്കിലും ആ കുട്ടി ഒപ്പിട്ട് തന്നാൽ മതി. നാളെ രജിസ്റ്റർ ഓഫീസിൽ പോയി ബാക്കി കാര്യങ്ങൾ ചെയ്യുന്ന കാര്യം ഞാൻ ഏറ്റു. ഇന്ന് രാത്രിയിൽ അണയാൻ പോകുന്ന ദീപത്തിന് നാളെ എന്ത് പ്രസക്തി? അനു, 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 ഇവളിതെവിടെ പോയി? നീ എവിടെ ഒളിച്ചാലും നിന്നെ കൊണ്ട് ഞാൻ സൈൻ ഇടിപ്പിക്കും. സ്വന്തം മകളെ ചതിച്ച് കാര്യം നേടുന്ന നിങ്ങളെ ഒരു നല്ല അമ്മയല്ല. നിങ്ങളെ അയാളെ ഞാൻ എപ്പോഴേ തീർത്തേനെ. എന്റെ ഫ്രണ്ട്സ് വിലക്കിയതുകൊണ്ട് മാത്രമാ നിങ്ങളെ ഞാൻ വെറുതെ വിട്ടത്. എന്നിട്ട് നിങ്ങൾ അനുവിനെ വേട്ടയാടുന്നു. ഞാൻ അനുവിന്റെ കൂടെ ഉള്ളിടത്തോളം കാലം നിങ്ങൾക്കോ അയ്യാക്കോ അനുവിനെ തൊടാൻ പോലും കഴിയില്ല. വക്കീല് വന്ന് വെയിറ്റ് ചെയ്യാണല്ലോ. ഇവിടെ എന്താ ചെയ്യേണ്ടത്? ഇതെങ്ങനെ സംഭവിച്ചു? അനു എന്തെങ്കിലും മാജിക് ഒളിപ്പിച്ചു വെച്ചതാണോ? അനുവിന്റെ മാജിക്കോ? ശരിക്കുള്ള മാജിക്ക് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അമ്മേ, സോറി. ഞാൻ ഹോസ്റ്റലിലേക്ക് പോകുന്നു. അമ്മയെ കാത്തു നിന്ന് യാത്ര ചോദിക്കാൻ കഴിഞ്ഞില്ല. ഇനി എന്തെങ്കിലും വരുമ്പോ കാണാം. സ്വന്തം അനു. നീ എന്നെ ചീറ്റ് ചെയ്തു അല്ലേ? നിന്നെ ഞാൻ വിടില്ല. അനുവിനെ നിങ്ങൾ വിടില്ലേ? രക്ഷപ്പെടാൻ സമ്മതിക്കില്ലേ? അവിടെ നിൽക്ക്. ഇതെങ്ങനെ സംഭവിച്ചു? അനു എന്തെങ്കിലും മായാജാലം കാണിച്ചു വെച്ചിരിക്കുവാണോ?
അവളെന്റെ കൈ കിട്ടട്ടെ. എന്നെ ഭയപ്പെടുത്താന്നാണോ? നിന്റെ ഈ ലൊട്ടിലൊടുക്ക് മാജിക് ഉണ്ടെന്നും എന്നെ ഭയപ്പെടുത്താനാവില്ലടി. ശ്ശേ. ഓ, ഭയമില്ലാത്ത ആളാണോ? എങ്കിലേ ശരിക്കുള്ള ഭയം എന്താണെന്ന് ഞാൻ അറിയിച്ചുതരാം. സർ, നിങ്ങളുടെ വൈഫിന്റെ നിലവിളിയിലെ കേട്ടത്? അല്ല, അവര് മോളെ വിളിക്കാൻ പോയതല്ലേ? ബ്രിട്ടോ വന്നേ. സ്വത്ത് കാര്യത്തിൽ അമ്മയും മോളും തമ്മിൽ അടി നടന്നു. ഇനിയിപ്പോ ഡോക്യുമെന്റ്സിൽ സൈൻ ഇടൽ നടക്കില്ലേ? ഊർമിളേ, ഊർമിളേ. അയ്യോ, ഊർമിളേ, ഊർമിളേ. മേഡം, സർ, മേഡം തലകറങ്ങി വീണതായിരിക്കും. ഊർമിളേ, മേഡം എന്ത് പറ്റിയതാ? എഴുന്നേക്ക്. ഊർമിളേ, ഊർമിളേ, എണീക്ക്. മേഡം എനിക്ക് നിനക്ക് എന്താ സംഭവിച്ചേ? മേഡം അനുവിനെ വിളിക്കാൻ വന്നതല്ലേ? എന്നിട്ട് അനു ഇവിടെ? ഊർമിളേ, അനു എവിടെ? നീ എന്തെങ്കിലും ഒന്ന് പറ.